ഒരു മാസത്തിനു മുകളിലായി പര്യടനം തുടരുന്ന നവകേരള സദസ്സിന് സമാപനം. ഡിസംബർ 18-ാം തീയതി കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച പര്യടനത്തിനാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സമാപനമായത്. നവംബർ 18-ാം തീയതി കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നുമാണ് നവകേരള സദസ്സ് പര്യടനത്തിന് തുടക്കം കുറിക്കുന്നത്. 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടങ്ങുന്ന സംഘം മുഴുവൻ മണ്ഡലങ്ങളിലും സന്ദർശനം നടത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിരുന്നു. ഓരോ മണ്ഡലങ്ങളിലും നേരിട്ടിറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുകയും സർക്കാരിന്റെ വികസന കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള തെറ്റായ സമീപനവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പര്യടന ലക്ഷ്യം. ഇതിനായി തയ്യാറാക്കിയ നവകേരള ബസ്സിലായിരുന്നു യാത്ര. കേന്ദ്രം നാടിനെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണെന്നും അത് ജനങ്ങളെ അറിയിക്കാനായി നടത്തിയ യാത്രയിൽ ജനങ്ങൾ കൂടെ നിന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ നമുക്ക് ആവശ്യമായ പിന്തുണ നൽകാതിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെയുള്ള കോൺഗ്രസും UDF തയ്യാറായില്ല. അപ്പോഴൊക്കെ അവർക്ക് താല്പര്യം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കലായിരുന്നു. അടുത്ത തോതിൽ സർക്കാരിനെ ആക്രമിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന പ്രതികൂലമായ നിലപാടിനെ അനുകൂലിക്കുന്ന അവസ്ഥയിലേക്കാണ് അവർ മാറിയത്. ഈ കാലവും അത് തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുന്ന അവസ്ഥ അത് ജനങ്ങളോട് തുറന്നു പറയാനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. നവകേരള സദസ്സിന്റെ ഭാഗമായി ഓരോ മണ്ഡലങ്ങളിലും 10,000-ങ്ങളായിരുന്നു എത്തിച്ചേർന്നത്. പരാതി കൗണ്ടറുകളിലും അസാധാരണ തിരക്ക് അനുഭവപ്പെട്ടു. തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം പൂർണ്ണമായും എതിർത്ത സദസ്സിനെതിരെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങളുണ്ടായി. പ്രതിപക്ഷം നവകേരള സദസ്സിനെ ബഹിഷ്കരിച്ച സാഹചര്യത്തിലും വിവിധ മണ്ഡലങ്ങളിലായി കോൺഗ്രസിന്റെയും ലീഗിന്റെയും നിരവധി നേതാക്കൾ സദസ്സിൽ പങ്കെടുത്തു. ഓരോ മണ്ഡലത്തിലും വലിയ ജനസ്വീകാര്യതയോടെ നടന്ന സദസ്സ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സംയുക്ത സദസ്സോടെ സമാപിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.